ഇയ്യോബിനുണ്ടായ പരീക്ഷയുടെ 4 കാരണങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, ഇയ്യോബിനെ ദൈവം അനുഗ്രഹിക്കുന്നത് നീതിപൂർവമാണെന്ന് സമർത്ഥിച്ച് സാത്താന്റെ വായടയ്ക്കുവാൻ വേണ്ടി. സാത്താൻ ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ ദൈവത്തോട് അനുവാദം ചോദിക്കുന്നു. ദൈവം അതിന് അനുവാദം നൽകുന്നു. ഇയ്യോബിന്റെ ഭക്തി കപടഭക്തിയായിരുന്നുവെന്നും അവനുള്ള അനുഗ്രഹങ്ങൾ പിൻവലിച്ചാൽ അവൻ ദൈവത്തെ ത്യജിച്ച് പറയുമെന്നും സാത്താൻ ദൈവത്തോട് പറഞ്ഞു. എന്നാൽ അത് വാസ്തവമല്ല എന്ന് ഇയ്യോബിനെ പരീക്ഷയിൽ കൂടി കടത്തിവിട്ട് ദൈവം തെളിയിക്കുന്നു. ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല എന്ന് ദൈവം ഇയ്യോബിനെ കുറിച്ച് സാക്ഷിക്കുകയും ചെയ്യുന്നു. രണ്ട്, ഇരട്ടിയായി അനുഗ്രഹിപ്പാൻ ദൈവം ഇയ്യോബിന് പരീക്ഷകൾ അനുവദിക്കുന്നു. ദൈവം അനുവദിച്ച സകല പരീക്ഷകളെയും ഇയ്യോബ് നേരിട്ടു. എന്നാൽ നഷ്ടപ്പെട്ടപ്പോഴും യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ഇയ്യോബ് പറഞ്ഞു. ഫലമോ, യഹോവ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി സകലതും ഇരട്ടിയായി കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അതിന്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. ഇയ്യോബ് 42 12, 16, 17 വചനങ്ങൾ. 3, മറഞ്ഞു കിടന്നിരുന്ന നിഗളം നീക്കി ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുവാൻ. ഇയ്യോബിൽ അവൻ അറിയാതെ നിഗളവും സ്വയനീതീകരണവും ഉണ്ടായിരുന്നു. ഇയ്യോബിന് ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഉണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ആലോചിക്കാതെ അവിവേകത്തോടെ ഇയ്യോബ് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം ഒരുപോലെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അവൻ നിഷ്കളങ്കനെയും ദുഷ്ടനെയും നശിപ്പിക്കുന്നു എന്ന്. ഇയ്യോബ് 9:22. പീഡിപ്പിക്കുന്നതും നിന്റെ കൈപ്പണിയെ തുച്ഛീകരിക്കുന്നതും ദുഷ്ടന്മാരുടെ ആലോചനയിൽ പ്രസാദിക്കുന്നതും നിനക്ക് യോഗ്യമോ? ഇയ്യോബ് 10:3. ദൈവത്തെ ചോദ്യം ചെയ്യത്തക്ക വിധം ഒരു മറഞ്ഞു കിടക്കുന്ന നിഗളം ഇയ്യോബിൽ ഉണ്ടായിരുന്നു. ദൈവത്തെ ഇയ്യോബിന് ശരിയായി വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് ദൈവം സാത്താന് പരീക്ഷയ്ക്ക് അനുവാദം നൽകിയത്. കഷ്ടതയുടെ അച്ചിൽ ഉരുക്കി വേദനയിലൂടെ കടത്തിവിട്ട് ദൈവീയ ജ്ഞാനത്തിന്റെ മർമ്മങ്ങളെ ഇയ്യോബിൽ യഹോവ ചൊരിഞ്ഞു. അപ്പോൾ ഇയ്യോബ് യഹോവയോട് പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുന്നു. ഒരു വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. ഇയ്യോബ് 40:4-5 വചനങ്ങൾ. ദൈവീയ ജ്ഞാനത്തിന്റെ കൂടുതൽ ആഴത്തിലേക്ക് കടന്നപ്പോൾ തന്റെ വേദനകളെ ഇയ്യോബ് തികച്ചും നിസ്സാരമായി കണ്ട് പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവൻ ആർ? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വേണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരിക്കുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇയ്യോബ് 42:2-5 വരെ. 4, കഷ്ടപ്പെടുന്ന അനേകർക്ക് ഇയ്യോബ് ഒരു പ്രോത്സാഹനമായി തീരുവാൻ ദൈവം പരീക്ഷ അനുവദിച്ചു. അനേകരുടെ ജീവിത അനുഭവങ്ങൾ ഇയ്യോബിന്റെ അനുഭവം അവർക്ക് താങ്ങായിട്ടുണ്ട്. ദൈവം ഇയ്യോബിനെ പരീക്ഷണത്തിന് വിട്ടുകൊടുത്തത് തനി തങ്കമായി പുറത്തു വരും എന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ പത്രോസിനെ പരീക്ഷിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ലൂക്കോസ് 22:31-32 വചനങ്ങൾ. പത്രോസിനെ ദൈവം ആ സമയം സാത്താന്റെ പരീക്ഷണത്തിന് വിട്ടുകൊടുത്തില്ല. കാരണം പത്രോസിന്റെ പ്രകൃതി ദൈവത്തിന് നന്നായി അറിയാം. ദൈവം സഹിക്കാവുന്നതിലപ്പുറം പരീക്ഷകൾ അനുവദിക്കുകയില്ല. പരീക്ഷയ്ക്കൊപ്പം പരിഹാരവും ദൈവം നൽകുന്നു.
മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. 1 കൊരിന്ത്യർ 10:13. രാജാവായ ദാവീദിനെ ഏറെക്കാലം കാട്ടിലും മറ്റും അലയുവാൻ ഇടയാക്കിയത് അവനെ കൂടുതൽ കൊള്ളാകുന്നവൻ ആക്കി തീർക്കുന്നതിന് ആയിരുന്നു. ഏറ്റവും ശക്തനായ ഒരു രാജാവായി രൂപാന്തരപ്പെടുവാൻ അത്യാവശ്യമായിരുന്നു. യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പറയുന്നു: എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അതാശേഷം സന്തോഷത്തോടെ എണ്ണുവീൻ. യാക്കോബ് 1:2-3 പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നു: അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. റോമാലേഖനം 5:3-4 വൃക്ഷങ്ങൾ ഫലം തരണമെങ്കിൽ ഒരു ചെത്തി വെടിപ്പാക്കൽ ആവശ്യമാണ്. ആയതിന് വള്ളിയിൽ നിന്നും അനേകം കൊമ്പുകൾ മുറിച്ചു മാറ്റും. പച്ചയായിരുന്ന മുന്തിരിവള്ളി അതിൻ്റെ പച്ച നഷ്ടപ്പെട്ട് വള്ളിയും ഏതാനും കൊമ്പുകളും അതിൻ്റെ ചില്ലകളും മാത്രമായി മാറുന്ന ഒരു അനുഭവമുണ്ട്. ദാരുണമായി തോന്നുന്ന കാഴ്ചയായിരിക്കും അത്. എന്നാൽ കുറെ കഴിയുമ്പോൾ അത് കിളിർത്ത് വളർന്ന് പണ്ടത്തേക്കാൾ പച്ചയും ഫലവത്തും ആയിത്തീരും. ഈ നിലയിൽ ചിലപ്പോൾ ദൈവം നമ്മെ ചെത്തി എന്ന് വരാം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നലുളവാക്കുന്നതായ ഒരു പാത നമ്മുടെ മുന്നിൽ കാണാം. എന്നാൽ നാം പൂർവാധികം ശക്തി പ്രാപിക്കുന്നതിന് അത് ഉപകരിക്കും. ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങൾ കണ്ട് നാം ഭയപ്പെടേണ്ട. കാരണം പത്രോസ് പറയുന്ന ദൈവവചനത്തിൽ നമുക്ക് ആശ്വസിച്ച് മുന്നോട്ട് പോകാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. 1 പത്രോസ് 4:12-13 ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com